എടാ കണ്ണാ നിനക്ക് ലോക്ക് അഴിക്കാറിയോ വണ്ടിയുടെ? ഇല്ല സാറേ എന്ത് പറ്റിയാലോ? സാറേ ഒരു വണ്ടി എടുക്കാം. സാർ പീടിയാണോ? ആ സാറേ പീടിയാണ്. പക്ഷെ സാറേ മുഖം അല്ല ഒരു വണ്ടി ഇമ്പോർട്ട് വെച്ചിട്ടല്ലോ സാറേ പീടി. അല്ല സോറി സാറേ എന്റെ മിസ്റ്റേക്കാണ്. സാറേ ഒരു വണ്ടി എടുക്കട്ടെ സാറേ. വണ്ടിയോ ഏത് വണ്ടിയാണ് പറയൂ? ഇമ്പോർട്ടിലാണ് സാറേ. ഇമ്പോർട്ടിലോ വരൂ. ഓ പീടി ഇമ്പോണ്ടോ അതോ സിറ്റി നോർമൽ ഇമ്പോണ്ടോ? സിറ്റി ഇമ്പോർട്ടിലാണ് സാറേ. സിറ്റി ഇമ്പോണ്ടാണ്. ഓക്കെ വരൂ. എല്ലാവരും ഉണ്ടല്ലോ. നമ്പർ പറയൂ. വണ്ടി നമ്പർ അവന്റെ ഫോൺ നമ്പർ ആണോ അല്ല ആധാർ നമ്പർ അങ്ങനെ എന്തെങ്കിലും ആണോ? നിന്റെ ഐഡി വണ്ടി നമ്പർ വണ്ടി നമ്പർ സാറേ. വണ്ടി നമ്പർ ഫോൺ നമ്പർ എന്തിനാണ് ബ്രോ സുഹൃത്തെ വണ്ടി എടുക്കാൻ? ഓ സോറി സാറേ എനിക്ക് അറിയത്തില്ല ഇതിനെ പറ്റി. ഓക്കെ പറയൂ. ഒരു മിനിറ്റ് സാറേ വണ്ടി കാണുന്നില്ല. ഒരു മിനിറ്റ്. VNK 909. ഒറ്റ മിനിറ്റ്. VNK ക്യാപിറ്റലാണ്. VNK ക്യാപിറ്റലാണ്. പിന്നെ 909 ജേണി ഇല്ലല്ലോ. ഇത് ഓൾറെഡി അല്ലാതെ ഇമ്പോണ്ട് ചെയ്താണല്ലോ പീഡി. അങ്ങനല്ല പീഡി ഇമ്പോണ്ട് ചെയ്താണല്ലോ. നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തിട്ട്? ഇല്ല സാറേ ഞാൻ എന്ന് മേടിച്ച വണ്ടിയാണ് സാറേ. ഇല്ല ഇത് ഇല്ലീഗൽ ആക്ടിവിറ്റി എന്തോ ആയിട്ട് പീഡി ഇമ്പോണ്ട് ചെയ്യാൻ എന്തായാലും വണ്ടി കിട്ടൂല സാറേ. ഇത് ഇന്ന് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ മേടിച്ച വണ്ടി. അത് എന്തോ ഒരു സിറ്റുവേഷനിൽ ഇത് ചെയ്തേക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല. ഹയർ ഓഫീസർ പറഞ്ഞു പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വരും. DGP അപ്പോഴത്തേക്ക് വരും. ഓക്കെ താങ്ക് യു സാർ. വരും സാറേ വരും. ഒരു 5 ലക്ഷം തന്നാ മതിയോ സാറേ വണ്ടി എടുത്തേ? ഇട് ആരും കാണണ്ട. വിചാരിച്ച സാറേ നമ്മൾ ഇനിയും ഇങ്ങനെ കാണാം. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. പൈസ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. അത് നമുക്ക് ഒരു വിഷയമല്ല. നമ്മളങ്ങനെ കൈക്കൂലിയൊന്നും മേടിക്കാറില്ല. പിന്നെ ഏത് ഫീൽഡിലാണ് ഇതൊക്കെ ഇല്ലാത്തതല്ലേ? ഇതൊന്നും ഒരു തെറ്റല്ല സാറേ. ഇതൊക്കെ എങ്ങനെ തെറ്റാവും? പിന്നെ ഇവിടുത്തെ പോലീസുകാർക്ക് ജീവിക്കണ്ടായോ? അതെ സാറിനുണ്ടല്ലോ കുടുംബങ്ങളൊക്കെ. ഇരിക്കും അതൊക്കെ അത്ര ഉള്ളു. ഒറ്റ മിനിറ്റ് ഒന്നുകൂടെ നിർത്തോട്ടെ. VNK 909. സൂക്ഷിച്ചോ അവൻ റൈഫിൾ എടുത്ത്. SMG VNK ബാക്കി VNK 909. ജേണി അല്ലേ? സാറേ ജേണി. ഓക്കെ ഗ്യാരേജിൽ പോയി എടുക്കാം കേട്ടോ. മുതുകിലോട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ സെറ്റ് സാറേ. സാറിന്റെ പേരെന്താ? സാറിന്റെ പേരെന്താ? പുലിമുരുകൻ. ഓഫീസർ പുലിമുരുകൻ. ഓ സാറേ നൈസ്. ഓക്കെ നമ്പാതെ വരാതെ കൊള്ളാല്ലേ? പേരുള്ളല്ലേ പുലിമുരുകൻ? മറ്റേ ഒറിജിനൽ പോലീസ് വെച്ച് സാറ് റോബർ എടുക്കാനായിട്ടുണ്ട്. ഞാനങ്ങോട്ട് പോവാണേ. സാറാരാ? ഏത് സാറ്? വണ്ടി എടുത്തേ. സാറേ വണ്ടി ഇറങ്ങ്. എന്തിനാ സാർ ഇപ്പൊ ഫയർ ചെയ്ത്? എന്തിനാ സാർ ഇപ്പൊ വണ്ടി ഇറങ്ങി? എന്തിനാ കൈവെക്ക്. സാറേ അങ്ങോട്ട് പിടിച്ചോ. അത്രേ ഉള്ളൂ. അനീതിക്ക് നമ്മളെതിരാ. ഞാൻ
ഓഫീസർ പുലിമുരുകൻ. ഏത് ഓഫീസർ? സ്പെഷ്യൽ ഫോഴ്സ് സാറേ, ഡോമിറ്റോ സാറേ. സ്പെഷ്യൽ ഫോഴ്സ് ആണ്. ആ നമ്മള് 5 ലക്ഷം സാറേ. പീഡിയുടെ വാദക്കില്ലേ ഫയർ ചെയ്തതിന്റെ ഒരു ഇത് നമ്മള് ഹലോ സാറേ, സാറിന് തെറ്റുപറ്റിയത് ഞാൻ ശരിക്കും ഓഫീസർ പുലിമുരുകനാണ്. സ്പെഷ്യൽ ഫോഴ്സ് ആണ്, ഗവൺമെന്റ് നിയമിച്ച സ്പെഷ്യൽ ഫോഴ്സ് ആണ്. ഇതിന് ദുഃഖിക്കും സാറ്. നമ്മുടെ ഒരു വണ്ടി ഒരു കള്ള കട്ടോട്ട്. സാറേ ദുഃഖിക്കും സാറേ, ഇതിന് ശരിക്കും സ്പെഷ്യൽ ഫോഴ്സ് ആണ്. മേഡം മേലെയും സാർ വിളിച്ചു. ആ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ്, അവർക്കത് മനസ്സിലാവാഞ്ഞിട്ടാ. അവർക്കത് മനസ്സിലായില്ല. മച്ചാനെ പച്ചമടി പേരെന്താ? പുലിമുരുകൻ. ഓ മച്ചാൻ ഒരു ചുമന്ന വണ്ടി എടുന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞോടാ. ബാക്കപ്പ് ഇവിടെ 2-3 പേര് സറൗണ്ട് ചെയ്ത് നിപ്പുണ്ട്. അവരുടെ കയ്യില് ഗണ്ണൊന്നും ഇല്ല. ഒന്ന് വന്നാ നല്ലായിരിക്കും. സാർ ഒരു പച്ചമുടിയാണ് ഞങ്ങളുടെ വണ്ടി എടുത്തെന്ന് പറഞ്ഞത് സാറേ. ഒരു സാറേ എന്നെ ഒന്ന് വെറുതെ വിട്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തു? സാറേ ഒരു മിനിറ്റ് സാറേ നമ്മളെ നേരത്തെ കണ്ടു. ഒറ്റ മിനിറ്റ് സാറേ ഒന്ന്. സാറേ ഇങ്ങനെ കപ്പി നിർത്തുന്നത് ഒരു ഓഫീസറെ കപ്പി നിർത്തുന്നത് തെറ്റാണ്. സാറേ ഏതോ സ്റ്റേഷനിലെ ഓഫീസറാണ്. സാറേ ഗവൺമെന്റിനെ വിളി. വെയിറ്റ്, ഞാൻ ഗവൺമെന്റിനെ വിളി. സാർ ഒന്ന് മാറ്റി വിളിക്കാം സാറേ. ഒറ്റ മിനിറ്റ് സാറേ. ഈ പുള്ളി ഉണ്ടല്ലോ ഇവിടെ ഒരു ഫയറിംഗ് ആയിട്ട് നമ്മള് വന്ന. ഇവിടെ നിൽക്കുന്ന ബാക്കി ആൾക്കാരൊക്കെ എന്താ കാര്യം? സാറേ നമ്മളെ ഗവൺമെന്റ് നിയമിച്ച സ്പെഷ്യൽ ഫോഴ്സ് ആണ്. വരാവോ ഒന്ന് പീഡിയിലേക്ക്? ഇതൊന്നും സാറേ ഗവൺമെന്റ് നിയമിച്ച സ്പെഷ്യൽ ഫോഴ്സ് ആണ് മുരുകൻ. ഓക്കെ ശരി സാറേ. ഓക്കെ സാറേ. സാറേ വണ്ടി കയറിക്കോ. സാർ വണ്ടി കയറിക്കോ. സാർ വണ്ടി കയറി. സേഫാണോ? ഹലോ, എന്താണ് പ്രശ്നം? എന്താണ് നിന്റെ? സാറേ ഹലോ സാറേ, അയ്യർ ഓഫീസറല്ലേ ഇപ്പൊ? ഹലോ സാറേ. അതെ സാറേ. സാറേ സെല്ലോട്ടോ സംസാരിക്കാം. സാറേ 2 പേര് എടുത്തു. സാറേ എന്റെ 5 ലക്ഷം സാറേ. സാറേ അത് വാങ്ങിച്ചു. പറ്റിച്ചിരിക്കുന്നവരെ പറ്റിച്ചിരിക്കരുത്, മനസ്സിലായോ സാറേ? 5 ലക്ഷം ഏത്? കണ്ണാ പിന്നെ എവിടെ അളിയാ? നീങ്ങ വന്നേ പൂട്ടുവർക്ക മേമ്പാ. നിയമം കയ്യിലെടുത്തു. ഒന്നകത്തായി. നമ്മള് വന്നാ വേണ്ട. സത്യം പറഞ്ഞ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ലല്ലേ സാറേ? നിയമം കയ്യിലെടുക്കാനുള്ളതല്ല. എന്തൊരു കേസ് എന്തൊരു കണ്ണാപ്പി? മാന്യമായുള്ള കേസ് നമ്മ വരാം. കേസ് എന്തിന്? എവിടെയെങ്കിലും വിളിച്ചു നോക്കിയാ നീ? സാറേ ഒന്ന് അയ്യർ ഓഫീസറിനെ ഒന്ന് വിളിക്കോ? വിളിക്കാം. അതിനു മുമ്പ് സാറേ കുറച്ച് പ്രൊസീജിയർ എനിക്കുണ്ട്, അത് ചെയ്തിട്ട്. ആദ്യം താങ്കളുടെ ID ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. താങ്കളുടെ പേരൊന്ന് പറയാമോ? സാർ കേട്ടില്ല. സാറിന്റെ പേരൊന്ന് പറയാമോ? എന്റെ പേര് ഡൊമിറ്റോ പെഡ്രോസ, ട്രെയിനിങ് ഓഫീസർ ആണ് SRPDയിലെ. സാർ എന്റെ പേര് കണ്ണാപ്പി. സാറിന്റെ പേര് ജർമ്മൻ കണ്ണാപ്പി. അൺഎംപ്ലോയിഡ് ആണ്. പൊസിഷൻസും അൺഎംപ്ലോയിഡ് ആണ്. നോ ലൈസൻസ്. ബോഡി ഒന്ന് സെർച്ച് ചെയ്യണം. സാമാന്യത്തിൽ ഞാൻ പറ്റില്ല സാറേ. ഞാൻ അരയുടെ ചുറ്റളവിലൂടെയാണ് പോയത് സാറേ. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സാറേ. അതായത് സാറിന് സിറ്റി ലിമിറ്റിൽ പറഞ്ഞിരിക്കുന്ന 150 ബുള്ളറ്റ് ആണ് സിവിലിയൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്. 150 വെച്ചിട്ട് ബാക്കി എടുത്തു. എനിക്ക് അറിഞ്ഞൂടാ സാറേ, പുതിയ നിയമമായിരുന്നു. സോറി.
ഞാനപ്പോ 59 ബുള്ളറ്റ് താങ്കളുടെ അടുത്തുനിന്ന് എടുത്തു മാറ്റുന്നുണ്ട്. ഓ. ബാക്കി താങ്കൾക്ക് ഫുഡും വെള്ളവും ഒക്കെ ആവശ്യത്തിനുണ്ടല്ലോ അല്ലേ? എനിക്ക് മേലെ ഇവിടെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് വേളി എന്നെ ദൈവം ആരും ഇല്ലേ? വിളിച്ച് പറഞ്ഞിട്ടില്ല. സാറിന് വേളി ദൈവം ഇല്ലേ? ദൈവം എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ എന്താ ആരാധിക്കുന്ന ആൾക്കാരല്ലേ? സാറിന് വേളി ദൈവം കാണൂല്ലോ സാറ്. എന്റെ മേളിൽ ദൈവം ആരാധിക്കുന്ന ആളല്ലേ? ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞില്ല? എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഒരു സ്പെഷ്യൽ പേഴ്സ് കുറച്ചാളും കേട്ടില്ല. ഒന്നും പറഞ്ഞില്ല. എന്നോട് ആരും പറഞ്ഞില്ല സാറേ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, സാർ ഇന്റർവ്യൂവിന് വന്നാണെങ്കിൽ ആ ലെഫ്റ്റിൽ നിൽക്കുന്ന അപ്പോഴത്തെ സെല്ലിൽ നിൽക്കുന്ന ആ സിവിലിന്റെ അടുത്ത് പോയിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഓഫീസറാന്ന് പറഞ്ഞിട്ട് അവനെ ഗണ്യമായ ആവശ്യം സാറേ ഞാനിത് നിയമം ഒന്ന് കയ്യിലെടുക്കാൻ നമ്മളൊരു പോലീസ് നിയമം കയ്യിലെടുക്കാൻ നോക്കുന്നോ? ഒരു ചുമ്മാ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ടാണ് താങ്കൾ ചുമ്മാ അയാള് ഫയർ ചെയ്തിട്ടാണ് അയാളൊക്കെ കൺവേർട്ട് ചെയ്തത് ഞാൻ. വിത്തൗട്ട് എന്താ പറയാ പീഡി ഗ്രേഡ് നിങ്ങൾ ചെയ്യോ? ഇല്ല സാറേ നമ്മൾ അനീതി കണ്ടപ്പോൾ ഇടപെടും. അത് പീഡി ഇല്ലല്ലോ. അനീതി കണ്ടോ? അതിന്റെ ചോരയിലുള്ള സാറേ, അതിന്റെ ചോരയിലുള്ള. ഒരു സിവിലിയന് നേരെ അതും പറഞ്ഞ ഒരാളെ കയറി ഗണ്യം ചെയ്യാൻ പീഡിക്ക് പോലും അധികാരമില്ല, അതറിയാവോ? സാറേ പിടി വെച്ചോന്നില്ല. പീഡി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാലും സ്റ്റോപ്പ് ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി ഇറങ്ങാൻ പറ്റുന്ന ഗൺ പോയിന്റ് ചെയ്ത് തന്നു. ശരി, അപ്പൊ പീഡിയുടെ ജോലി നിങ്ങൾ ചെയ്യുക, അതാണോ നല്ല കാര്യം? പീഡിയോട് വന്ന് പറയുന്നതല്ലേ നല്ലേ? സാർ ഇപ്പൊ ഇന്റർവ്യൂ ഉണ്ടോ? ഇന്റർവ്യൂ ഇല്ല സാറേ. ആക്ച്വലി ഇന്റർവ്യൂ ഇവിടെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ബെർലിൻ സാർ ഒന്നാമത് ലീവാണ്. സാറിന്റെ പേരെന്താണ്? സാറിന്റെ പേരെന്താണ്? എന്റെ പേര് സോമശേഖർ. സോമശേഖർ പറഞ്ഞു സാറേ. സാറേ ആ പുള്ളിക്ക് എത്ര ഫൈൻ കൊടുക്കണം സാറിന്? അപ്പൊ സാറേ എന്നാ കുഴപ്പമില്ല, ഞാൻ ഇന്റർവ്യൂ വരുമ്പോ വരാം. സോറി കമ്മ്യൂണിറ്റി ആർക്ക്? മറ്റേ പുള്ളിക്കോ? ഫയർ ചെയ്തല്ലേ? അവനൊരു 15 കമ്മ്യൂണിറ്റി കൊടുത്തോ? എന്നിട്ട് ഇവിടെ സബ്സ്റ്റൻസ് വല്ലതും ഉണ്ടോ? ഇലീഗൽ സബ്സ്റ്റൻസ് വല്ലതും ഉണ്ടായിരുന്നോ ഈ പുള്ളിയുടെ കയ്യിൽ? ഈ പുള്ളിയുടെ കയ്യിൽ ഇല്ല. ഈ പുള്ളിയുടെ കയ്യിലൊന്നും ഇല്ല. ഫയർ ചെയ്ത് ഗണ്ണ് എടുത്തിട്ടുള്ളൂ ഞാന്. പിന്നെ ഫൈൻ കൊടുത്തോ? സാറേ ഫൈൻ ഒന്ന് കൊടുത്താൽ. ആ സാറ് പറ, പിന്നെ ബാക്കി പറ. ഇന്റർവ്യൂയുടെ കാര്യം സാറേ ഇല്ല, അത് ഞാൻ ഇന്റർവ്യൂ ഓപ്പൺ ആക്കുമ്പോ സാറ് പറഞ്ഞാൽ മതി. അപ്പൊ സാറേ നമുക്ക് മേളിൽ നിന്നൊക്കെ പിടിക്കുവേ. മേളിന്ന് ഓർഡർ സാറിന് ഇപ്പൊ വരും. വരുമ്പോ ഇന്റർവ്യൂ ഇല്ലാതെ സാറേ ഇവിടെ ആരും കേറത്തില്ല. ഇവിടെ സാറിന് ഇന്റർവ്യൂ ഇല്ല ആരും കേറത്തില്ല. പക്ഷെ മേളിൽ നിന്ന് ഓർഡർ വരും. ഓപ്പൺ സ്പെഷ്യൽ പോയിസ് ഓർഡർ വന്നാലും സാറേ ഇപ്പൊ തൽക്കാലം എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതെന്താ സാറിന് ബുദ്ധിമുട്ട്? കാരണം എന്റെ കൂടെയുള്ള ഓഫീസർ ഇല്ല. അത് മാത്രമല്ല ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്ന മാഡം ഉണ്ട്, മാഡം ഇല്ല. അപ്പൊ വരുവാണെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. കാരണം പക്ഷെ അത് മാത്രമല്ല ഇന്റർവ്യൂ ഇല്ല. ഇത്രയും ദിവസം വന്ന ഓഫീസർമാരോട് എല്ലാവരോടും പറഞ്ഞേക്കുന്ന ഇന്റർവ്യൂ ഇല്ല. ഇത് സ്പെഷ്യൽ ഫോഴ്സാ. സ്പെഷ്യൽ ഫോഴ്സ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞ സാറ് ഇതിന് മുന്നേ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ പറഞ്ഞു? ഇതിനു മുമ്പേ സാർ എത്ര വർഷം ഇവിടെ ഉണ്ടായിരുന്നു, വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാനിവിടെ സിറ്റി തുടങ്ങിയപ്പോ തൊട്ടുണ്ട് സാർ. സിറ്റി തുടങ്ങിയപ്പോ തൊട്ട്? ഈ സിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് നമ്മൾ ഈ വർക്കിലുണ്ടായിരുന്നു സാറേ. സാർ സിറ്റി തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയാ സാറേ സാറ് ജോലിയാണ്? ശരി സാർ നമുക്ക് പിന്നെ ഈ വേറെ കുറെ പരിപാടിയൊക്കെ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് നിർത്തിയതാണ് ഈ പീഡി. നിർത്തി സാറേ. ഇപ്പം ഫാമിലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ജോലി റിട്ടയർഡ് ചെയ്ത ഒരു ഓഫീസറാണോ നിങ്ങൾ? നമുക്കിപ്പോ അങ്ങനെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. വാവിച്ച് സംഭവിക്കില്ല ജോലിയായത്. വൺസ് റിട്ടയർമെന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ലെന്ന് അറിയത്തില്ല. അങ്ങനൊന്നുമില്ല സാറേ. മേളിൽ നിന്ന് ഉത്തരവ് ഇടുക. നമ്മളൊക്കെ ഹോം മിനിസ്റ്റർ വിളിക്കും സാറിനെ. ഇപ്പൊ വിളിക്കുന്നതാണോ സാറിനെ? സാറിന് ഇപ്പൊ കോൾ ചെയ്താണോ? സാർ ഇപ്പൊ പറ. 33 ഇപ്പൊ വേണം എനിക്ക്. ഞാൻ എയർപ്ലെയിൻ മോഡ് മാറ്റിയിട്ടുണ്ട്. പുള്ളിയോട് വിളിക്കാൻ പറയണേ. സാറേ കോൾ വന്നാ? എനിക്ക് ആരുടെ കോള് വന്നില്ല സാറേ. ഇപ്പൊ വരും സാർ, ഇപ്പൊ വരും. നിങ്ങളെ പറ, നിങ്ങള് ഡേവിഡ് അത് പറഞ്ഞു. അപ്പൊ ഇന്ന് കേറിയപ്പോ വണ്ടിയൊക്കെ കൊണ്ടുപോകണം. അപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഇട്ട് നേരത്തെ നമ്മ വന്നേ. ഓ അപ്പൊ എന്നെ ഊറ്റാൻ വന്നയാണല്ലേ? അങ്ങനെയല്ല സാറേ. അലക്സ് പെപ്പെ എന്നല്ലേ മറ്റേ സാറിന്റെ പേര്? ഏത് തയ്യാറാക്കാൻ? അലക്സ് പെപ്പെ അല്ല. മറ്റേ പേരില് അലൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. സാറിന്റെ നമ്പർ എത്രയായിരുന്നു എന്ന് പറഞ്ഞേ? സാറേ 33. സാറേ അത് വിളിച്ചിട്ട് കോൾ ഹാസ് ബീൻ ഫോർവേഡ് എന്നാണ് ഹോം മിനിസ്റ്റർ പറഞ്ഞത്. ഇപ്പം ശരി, സർവീസിലോട് വിളിക്കാൻ പറയോ ഹോം മിനിസ്റ്ററോട്? എന്തോ
സർവീസിലോട്ട് വിളിക്കാൻ പറയൂ. അതില് സാറിന്റെ നമ്പർ തന്നാ മതി. എന്റെ നമ്പർ 33 എന്റെ നമ്പറിലോട്ട് വിളിച്ചാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ, അങ്ങോട്ട് തരണം. എന്നാലേ കിട്ടത്തുള്ളോ? എന്റെ നമ്പർ വിളിച്ചാൽ കിട്ടത്തുള്ളൂ. ആ എന്നാ ഓമൻസിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 3070 വിളിച്ചോ. നമ്മളിച്ചിരി പിടിപാടാണ് സാറേ. താനെന്ത് പോകരുതലാണ് നമ്മുടെ പയ്യ അവിടെ വന്നിരിക്കുന്നില്ലേ? ആ ഫോണൊന്ന് കട്ട് ചെയ്ത സെല്ലിന്റെ ഉള്ളിൽ താൻ മിണ്ടരുത്. ഹോം മിനിസ്റ്റർ സാറേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇനി പിടിച്ച റോങ് പേഴ്സണെ ആണോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ റൈറ്റ് പേഴ്സണെ തന്നെ പിടിച്ചെന്ന്. സാറ് കള്ളനാ. ഹോം മിനിസ്റ്റർ നിങ്ങളുടെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങള് ഡേവിഡ് ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ആളൊക്കെ